ഈ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സിനൊപ്പം നമ്മുടെ സിനിമകളുടെ എണ്ണം കൂടുതല. സെറ്റിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞു വിട്ടേ. ജോൺ ചേട്ടൻ പറയാം കൊച്ചെ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മള് കാര്യമില്ല. അത് പുള്ളിക്ക് എന്താണ് വേണ്ട അതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കും. അതൊക്കെ ഡാൻസ് ആണ്. അതൊക്കെ 1 2 3 4. അപ്പൊ എല്ലാരും കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മാത്രമേ വരാറുള്ളൂ. എന്തിനാ ഇത്ര എടുക്കണം, എനിക്കും പറ്റില്ല. പ്രൊമോഷൻ കോന്നിയിലായിരുന്നു. അവിടെ നമ്മുടെ ചേട്ടൻ നൈസായിട്ട് വിഷയം മാറ്റുന്നുണ്ട്. ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് പിന്നെ കോന്നിന്ന് ആരും വിളിച്ചിട്ടില്ല, വേറെ പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുറെ പാക്കപ്പ് ഉണ്ടായിരുന്നു. ഓരോ സ്കെഡ്യൂള് ഞങ്ങൾ പാക്കപ്പ് ആന്ന് വെച്ചാൽ കുട്ടി തെളിഞ്ഞു. ഇതായിരുന്നു ഏറ്റവും പാട് ഡീൽ ചെയ്യാൻ. ഡയറക്ടറിന്റെ പൊങ്ങലടി സത്യം പറഞ്ഞു ചേട്ടാ, അങ്ങനെ അടുത്ത പടത്തിൽ എല്ലാവർക്കും കുറച്ച് ഈക്വൽ അങ്ങനെയൊക്കെ പോണ സാധനം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നാളൊരു സായി പല്ലവിയായിട്ട് മാറട്ടെ. എന്തേ ഹായ് ഹലോ വെൽക്കം ടു ഓൺലുക്കേഴ്സ് മീഡിയ. ഇറ്റ്സ് മീ നൗറിൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് UK ടീമായിട്ടുള്ള ഡയറക്ടർ സർ അരുൺ, ഓൾസോ നമ്മുടെ ഇപ്പം പുതുമുഖമായിട്ടുള്ള സാരംഗി മാം, അതേപോലെ റോണി സർ. വെൽക്കം ടു ഓൺലുക്കേഴ്സ് മീഡിയ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരോടും കൂടെ ആണ്. എന്താണ് ഫ്രഷ് ചോദ്യമല്ല, എനിക്കറിയാം, മോസ്റ്റ്ലി എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകും, വാട്ട് ഈസ് UK? എന്താണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള? ഓക്കെ, എനിവേ ഇതിന്റെ ഈ ഒരു ടൈറ്റിലേക്ക് വന്ന ഒരു പോയിന്റ്, അതായത് ഈ ഒരു ടൈറ്റിലേക്ക് ലീഡ് ചെയ്ത പോയിന്റ് എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റുമായിട്ട് ഭയങ്കര മാച്ച് ചെയ്യണ ഒരു ടൈറ്റിൽ. അത് നമ്മൾ ഒരുപാട് ടൈറ്റിലുകൾ നോക്കിയായിരുന്നു ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ, അങ്ങനെ തോന്നുന്ന ഒരു ടൈറ്റിൽ വേണമെന്ന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. കുറേ ടൈറ്റിലുകൾ നോക്കി. പിന്നെ ഈ കേരള എന്നുള്ള പേര് വരണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ വെറുതെ കേരള എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എത്രമാത്രം കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് എന്നുള്ളൊരു ഇത് വന്ന്, അങ്ങനെയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ആയത്. അത് പക്ഷേ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേരാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പേരാണ്. നിങ്ങൾക്കും അതങ്ങനെ തോന്നിയേക്കാം. ഓക്കെ, റിയൽ ലൈഫായിട്ട് ഈ ഒരു പേരിന് എന്തെങ്കിലും ഈ കേരള വേണമെന്നല്ലാതെ വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? റിയൽ ലൈഫിൽ ഉണ്ടായ നമുക്ക് ചില അനുഭവങ്ങളും ചില തോന്നലുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും റിയൽ ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങൾ ഈ ടൈറ്റിലേക്ക് എത്തിക്കാനുള്ളതുണ്ട്. പിന്നെ എനിക്ക് കേരള എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇന്ത്യ കേരള എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു അങ്ങനത്തെ ഡയലോഗ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ റോണി സാറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഡോക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് കണ്ണൂർ സ്ക്വാഡിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, എനിവേ ഈ ഒരു മൂവിയില് സാറിന്റെ റോള് എങ്ങനെയാ വരുന്നത്? ഇത് അനുജൻ എന്ന് പറഞ്ഞ അനിയൻ എന്നുള്ള ക്യാരക്ടറാണ്. അനിയൻ. അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടറായി രഞ്ജിത്ത് ചെയ്യുന്ന ക്യാരക്ടറിന് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കഥാപാത്രം, അയാൾ ഇൻസ്പിറേഷൻ ആവുന്ന ഒരു കഥാപാത്രം. അയാള് നമ്മൾ എന്താ പറയാ, ഇയാളും എന്ന് വെച്ചാൽ എന്റെ അനിയൻ എന്നുള്ള ക്യാരക്ടറും നല്ല പാഷൻ വിട്ടിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവുന്ന ക്യാരക്ടറാണ് രഞ്ജിത്തിൻ്റെ. അത്ര പറഞ്ഞാൽ അത് കറക്റ്റ് ആവുള്ളത്. ഈ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സബ്ജക്റ്റോട്ട് കിടക്കും. ഓക്കെ, ഇപ്പൊ മ്യൂസിക്കൽ ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമം ടീമിനെയാണ് സാറ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ടൈറ്റിൽ അനൗൺസ്മെന്റ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും പ്രേമം ടീമുണ്ട്. അപ്പം അതിന്റെ ഒരു പ്രേമം വൈബ്സ് ബട്ട് വൈ, അതാണ് എന്റെ പ്രേമം ടീം. അത് യാദൃശ്യമായിട്ട് ഇതിലേക്ക് വന്നത്. പ്രേമം ടീം എന്ന് വെച്ചപ്പോൾ ഒരിക്കലും പ്രേമമായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിനിമ അങ്ങനെയാണ്, അതിന്റെ സബ്ജക്റ്റും അങ്ങനെയാണ്. പക്ഷേ ഈ പ്രേമം ടീമിൽ വിഷ്ണു ഗോവിന്ദ് എൻ്റെ ഒരു സഹോദരനെ പോലെയുള്ള ഒരാളാണ്, ഓഡിയോഗ്രാഫർ വിഷ്ണുവിൻ്റെ അടുത്ത് ഞങ്ങൾ എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഇരുന്ന് എനിക്ക് കുറച്ച് സീക്വൻസ് കാണും പ്രേമത്തിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും അടുത്ത പരിപാടി വരട്ടെ പ്രേമത്തിന്. ഭയങ്കര കൊതിയാണ് അങ്ങനത്തെ ഒരു സിനിമ തുടങ്ങി. അപ്പോൾ ആ ടീം ശബരീഷ്, സിജു ഒക്കെ ആയിട്ട് ഞാൻ സിജു ഭായി ഒക്കെ ആയിട്ട് നല്ല കമ്പനി. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വേറെ മ്യൂസിക് ഡയറക്ടറാണ് ആദ്യം നോക്കിയത് ഈ പടത്തിൽ. ഇതിൽ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാട്ടുകളല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തെടുക്കേണ്ട പോലത്തെ ഒരു കണ്ടന്റാണ് നമ്മൾ പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് രാജേഷ് മുരുകേശിനെ ഒരു ദിവസം പരിചയപ്പെട്ടു വിഷ്ണുവിൻ്റെ ഒക്കെ വഴി. രാജേഷിൻ്റെ അടുത്തും ഈ പറഞ്ഞ കൂടുതൽ പുള്ളി അങ്ങനെ അധികം സിനിമകളൊന്നും ചെയ്യത്തില്ല, ഒരു പണി അങ്ങനെയൊക്കെയാണ് പുള്ളി, കണ്ടന്റ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ കണ്ടന്റ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര പെട്ടെന്ന് പുള്ളിക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അങ്ങനെ അവർ വന്നിട്ടുണ്ടായി.
അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതിൽ ആക്ച്വലി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനി അൽഫോൺസ് പുത്രൻ ഒരു ഗസ്റ്റ് റോളിംഗ് ഉണ്ട്, അൽഫോൺസ് ചേട്ടൻ, cameo role ഞാൻ ശബരി കേട്ടിട്ടുണ്ടായിരുന്നു. ലിറിക്സ് ഉണ്ട്, Okay. വിഷ്ണു ഓഡിയോഗ്രാഫി, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഒരു പ്രേമം ഇതുണ്ട്. ഞാനപ്പോ ഒരു ഐഡിയ ഇട്ട് പറഞ്ഞു, നമുക്ക് നമ്മളെല്ലാം മാർക്കറ്റിംഗ് എന്നുള്ള പരിപാടിയാണല്ലോ, അതിന് ഈ ടൈറ്റിൽ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആവും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടാണ് രഞ്ജിത്താണെങ്കിൽ ഒരു ഫണ്ണൊന്നും അങ്ങനെ അത് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ രഞ്ജിത്തിന്റെ ഫണ്ണൊന്നുമില്ല. ഇപ്പൊ രഞ്ജിത്ത് നമുക്ക് രണ്ടോ കൂടി ചുമ്മാ സെൽഫ് റോള് പോലെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ടീസർ ഇറക്കി. അപ്പോഴാണ് പിന്നെ പ്രേമൻ ടീമിന്റെ വെച്ചിട്ട് ടൈറ്റിൽ അനൗൺസ്മെന്റ്. പ്രേമൻ ടീമിന്റെ മാത്രമേ ഉള്ളൂ, പക്ഷെ അതുമായിട്ട് ഒരു ഇതില്ല. ടീസറിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പ്രേമത്തിന്റെ മ്യൂസിക് പ്രേമത്തിന്റെ വീട്ടിലാണ് പോയി ഷൂട്ട് ചെയ്തത്. അവരുടെ കുറച്ച് കാര്യങ്ങൾ അതിൽ പിടിച്ചിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ്, അത് ഇതൊന്നും ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഓഡിയോ ലോഞ്ചിന് സിജുവും ശബരീഷും ഷറഫ് ഭായി വന്നു. അവരെല്ലാരും ഭയങ്കര, പിന്നെ അവർക്ക് ഇപ്പൊ അൽഫോൺസ് ചേട്ടൻ അറിയാലോ, ഡയറക്ടറാണ് പുള്ളി. കുറച്ച് നാളായിട്ട് ഇപ്പൊ ഗോൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത പരിപാടിയൊക്കെ നോക്കിയിരിക്കുകയാണ്. ആർക്കും പുള്ളി എവിടെയാണെന്ന് പോലും അറിയില്ലാത്തൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പുള്ളി സിനിമയിലേക്ക്, പക്ഷെ പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട, പുള്ളിയുടെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മളത് അറിയണമെന്നില്ല. പക്ഷെ എന്നാലും അൽഫോൺസിനൊക്കെ ആൾക്കാർ എവിടെയാണെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് അൽഫോൺസ് ചേട്ടനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റി. പുള്ളി ഒരു ക്യാമിയോ റോള് ചെയ്തു. ഞാൻ നോക്കുമ്പോ എല്ലാരും ഉണ്ട്, പിന്നെ അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ശേഷം. ഓക്കെ, ഇപ്പം നമ്മുടെ പുതിയ നടിയാണ്. അപ്പം മാം എങ്ങനെയാണ് ഈ ഒരു പടത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസർ ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ അങ്ങനെ ഞാൻ അല്ലാതെ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു സൈഡിൽ. അപ്പം ഇതിന്റെ ഓഡിഷൻ കോള് അരുൺചേട്ടനാണ് എന്നെ ഇങ്ങോട്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ ഒരു ക്യാരക്ടർ, ഒരു ഫ്രണ്ടിന്റെ ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ ചെയ്തു. അപ്പം ജസ്റ്റ് ലാസ്റ്റ് മാത്രം ഈ ഞാൻ പ്ലേ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഏക എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഏകയുടെ ഒരു സീനും കൂടെ എന്നെ ലാസ്റ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതാണ് ഹീറോയിൻ ക്യാരക്ടർ. നമ്മള് സാരിക എന്നല്ല, മിക്ക കുട്ടികളെയും വിളിച്ചിട്ട് നമ്മൾ ഇവര് വന്നു കഴിഞ്ഞ് പെർഫോം കണ്ടിട്ട് അനുസരിച്ചാണ് നമ്മൾ ക്യാരക്ടർ നോക്കാന്നുള്ളില്ല കാസ്റ്റിംഗ്. പക്ഷെ നമ്മൾ ഹീറോയിനായിട്ട് വേറൊരു കുട്ടിയെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം സംസാരിച്ചേക്കെ. അതും ന്യൂ ഫേസ് ആണ്. സാരിങ് വന്ന് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നി ഇത് കുറച്ചും കൂടി ആപ്റ്റ് ആണെന്നൊരു ഇത് വന്നു. അങ്ങനെ നമ്മൾ ആ ക്യാരക്ടറിന്റെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തു. പിന്നെ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്തൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അതില് റോണി സാറും മാമും ഒക്കെ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. സാരിക്ക് ഉഗ്രൻ ഡാൻസ് ആണ്, പക്ഷെ റോണി ഭായി സ്കോർ ചെയ്തു. അതെ, ആ റീലിൽ സ്കോർ ചെയ്തത് സാറാണ്. ഏതൊരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സ്കോർ ചെയ്യും. കാര്യം ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സെറ്റിൽ എങ്ങനെയാണോ കോംബോ ഡാൻസ് കാര്യങ്ങളൊക്കെ? സെറ്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടേ. ഓക്കെ, ഇപ്പം നിങ്ങളെ സെറ്റില് എങ്ങനെയാ വേറെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ? നല്ല രസമുള്ള സെറ്റായിരുന്നു, നല്ല സെറ്റായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ചായ കുടി കമ്പനി അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, എല്ലാരും ഭയങ്കര രസമാണ്. കാര്യം എല്ലാവർക്കും ഈ ഷൂട്ട് എല്ലായിടത്തും കോമ്പിനേഷൻ ഒന്നുമില്ല, പക്ഷെ എല്ലാരും തമ്മിൽ ഒരു നല്ല ബോണ്ട് ഉണ്ട്. അങ്ങോട്ടും ഞങ്ങള് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ, കിരണായാലും അല്ലെങ്കിൽ ഞങ്ങള് ബാക്കി സിനോജിയുടെ അസോസിയന്റ് കണ്ണൻ, ഇവരൊക്കെ, പിന്നെ എന്റെ ഒരു ഫ്രണ്ട് സീത്ത്, ഞങ്ങൾ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മളൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുറെ നേരം അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ട്രോളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറെ ടൈം സ്പെൻഡ് ചെയ്യും. ഫുഡ് സ്പോട്ട് ഒക്കെ കണ്ടുപിടിക്കാറുണ്ടോ? പുതിയ ഫുഡ് സ്പോട്ട് ഇല്ല. ഇപ്പൊ പ്രൊമോഷൻ വേണ്ടി നടക്കുമ്പോ ഇപ്പൊ ഉണ്ട്, പക്ഷെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമുക്കത് പറ്റില്ല. നമുക്ക് ലൊക്കേഷനിൽ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കാലിക്കറ്റ് പ്രൊമോഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി കാലിക്കറ്റ് നിന്നാണ്. അപ്പം കോഴിക്കോട് 3 സ്ഥലത്ത് എന്തോ വന്നായിരുന്നു. ബീച്ചിൽ അവിടെ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് അല്ലേ, അവിടെ നല്ല ഫുഡ്. ചേട്ടനില്ലായിരുന്നോ? അവിടെ ഈ ഫുഡൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കിട്ടണം. അപ്പൊ റോണി വൈനെ കൊണ്ട് പിന്നെ നമുക്ക് അവിടെ പോവാനായിട്ട് കൂട്ടിയില്ല അല്ലേ? കോളേജിൽ പോയി, പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ റോണി വൈറ്റ് കയറാം. ഫസ്റ്റ് പ്രൊമോഷൻ കോന്നിയിലായിരുന്നു. അവിടെ നമ്മുടെ ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് പിന്നെ കോന്നിന്ന് ആരും വിളിച്ചിട്ടില്ല, വേറെ പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ടീമിലായത് UK OK ടീമില് സിംഗേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു മൊത്തത്തില്? അല്ലാതെ ഇപ്പം പറഞ്ഞല്ലോ സെറ്റിൽ ഈ വൈബ് അല്ലാതെ ഫുഡ് സ്പോട്ടിന്റെ തപ്പി പോകാറുണ്ട്, അല്ലാതെ ഡാൻസ് കോംബോ. ഇപ്പം രഞ്ജിത്ത് സാർ ഓൾസോ നല്ല ഡാൻസ് കളിക്കും. അപ്പൊ ഇപ്പം റീസെന്റ് ആയിട്ട് റീൽ ഫുൾ ഇവര് രണ്ടുപേരെ ഡാൻസ് കോംബോ.
അല്ലാതെ വേറെ എന്തൊക്കെയാ? അപ്പൊ എല്ലാരും കാണുന്നുണ്ടല്ലോ. ഓ, എല്ലാം ഞങ്ങളുടെ മാത്രമേ വരാറുള്ളൂ. ഞങ്ങൾ സാരംഗീരത്തൊക്കെ ഇവരടുത്ത് ഞങ്ങൾ കഴിഞ്ഞ സംസാരിച്ചു, ഇതൊക്കെ ശരിക്കും മറ്റുള്ളവർ കാണുന്നുണ്ടോ, അത് നമ്മൾക്ക് ഉറപ്പായിട്ടും ആണല്ലേ കാണുന്നല്ലേ. റോണിച്ചേട്ടന്റെ ഡാൻസ് ട്രെൻഡിങ് ആ, പക്ഷെ നമ്മുടെ അത് പിന്നെ അത് ട്രെൻഡിങ് ആയില്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ നന്നായിട്ട് പിരിച്ചുവിടേണ്ടി വരും. ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജോണി ആന്റണി സാർ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ മഞ്ജു മഞ്ജു ചേച്ചി ചേട്ടൻ, ഉണ്ടായിരുന്നു, ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അപ്പം അവരൊക്കെ മനോജ് കൂടെ കെയു. അവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? നമ്മളൊരു ഇപ്പൊ നമ്മൾ സിനിമ തുടങ്ങി, ഇവര് കുറേ സിനിമകൾ ചെയ്യണ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവർക്കൊരു ജോണി ചേട്ടൻ ഞാനിവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗുണ്ടജനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രൊജക്ട് ഓൺ ആവാനൊക്കെ ഒരു റീസണുമാണ് ജോണി ചേട്ടനൊക്കെ. അപ്പൊ ജോണി ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മഞ്ജു ചേച്ചി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അല്ലാണ്ട് അല്ല പരിചയമുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ഫസ്റ്റ് ടൈം ഞാൻ കാണണം സെറ്റില്ല, അതിന് കഥ പറയാൻ വന്നിട്ട്. പക്ഷെ ഇവരൊക്കെ റോണിബായിട്ട് നമ്മൾ വർക്ക് ചെയ്യണ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്തത്. പക്ഷെ പഴഞ്ചലിൽ ഞാൻ ഡയറക്ഷൻ ഇതിൽ വന്നു പഴഞ്ച പ്രണയം. പഴഞ്ചൻ പ്രണയം എന്നുള്ള ഞാനും ബെൻസും കൂടെ അഭിനയിച്ച സിനിമയ്ക്കൊക്കെ അരുണായിരുന്നു. ഇവര് ഇത്ര എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുകൾ, ഇവർക്ക് കുഴപ്പമില്ല, ഇവര് പുതുമുഖങ്ങളാണ്. ഇവര് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര തയ്യാറായിട്ടുള്ള ആൾക്കാർ. ഫസ്റ്റ് മൂവിയാ, 5 പടം കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷെ ഇവര് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് വന്നിട്ട് ഇവരൊരു കംഫർട്ട് സോൺ ആണോ നോക്കും സെറ്റിലാക്കി. ഓക്കെ ഇവർ ചെയ്യണോ പരിപാടി ഓക്കെ ആണോ, അപ്പോൾ നല്ല രീതിയിലാണോ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ പിള്ളേരെക്കാൾ അല്ലെങ്കിൽ മറ്റാരേക്കാളും ഏറ്റവും അടിപൊളി അവരായിരിക്കും. പിന്നെ അവർ നമ്മൾക്ക് വേണ്ടി എന്തും റെഡി ആയിട്ട്, അങ്ങനെ എന്തോ ഒരു ഭാഗ്യം, ദൈവഭാഗ്യം നമ്മുടെ സെറ്റിൽ സംഭവിച്ചു. അപ്പോൾ പുതിയ ആൾക്കാർ ആ എക്സൈറ്റ്മെന്റിൽ നിൽക്കണം, പഴയ ആൾക്കാർ വന്നിട്ട് അവർ വേറെ കംഫർട്ട് സോണിലായി. അപ്പൊ പിന്നെ രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ട് നല്ല രസമായിട്ട്. ഗൈഡൻസ് ഉണ്ടായിരുന്നു ഇപ്പം ജോണി സാറിന്റെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, മഞ്ജു ചേച്ചിയുടെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, ഗൈഡൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചെയ്യ്, ഇവർക്ക് അങ്ങനെ അങ്ങനെയല്ല. പക്ഷെ ഗൈഡൻസിനെക്കാളും ഇപ്പൊ ചില ഇതൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ജോൺ ചേട്ടൻ പറയാം, ആ കൊച്ചു നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോ ഭയങ്കര ഒരു എന്റെ അടുത്ത് വന്നിട്ട് പറയും. ഞാൻ ചിലപ്പോ സാരംഗിയുടെയും അല്ലെങ്കിൽ വേറെ 4-5 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ സീക്വൻസ് ഞാൻ പറ്റുമെങ്കിൽ അന്ന് നൈറ്റ് തന്നെ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യും. രാവിലെ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ കിട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പോ ജോണിച്ചേട്ടൻ വരുമ്പോ തന്നെ എന്തായാലും ഇന്നലെ എങ്ങനെയാണ് സ്പോട്ട് എഡിറ്റ്, ആ സമയത്ത് സ്പോട്ട് എഡിറ്റ് നോക്കി ഫിക്സ് ചെയ്യാറില്ല, സ്പോട്ട് എഡിറ്റ് മാക്സിമം കാണാറില്ല ഞങ്ങൾ. പിറ്റേ ദിവസം വന്നിട്ട് ജോണിച്ചേട്ടൻ മൊബൈലിൽ ചോദിച്ചു, അത് ഇങ്ങനെ സാധനം ചെയ്യും. ആ പിള്ളേർ കൊള്ളാട്ടോ. അപ്പൊ ഞാൻ പറയും, വിളിച്ചു പറയും, അവിടെ പെർഫോം ചെയ്യുമ്പോ തന്നെ പറയും, കട്ട് വിളിച്ചു ആ കൊച്ചു നന്നായിട്ട് ചെയ്തു. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര. പിന്നെ അതുപോലെ പിള്ളേർ ആ പിള്ളേര് പറഞ്ഞ ആ ഡയലോഗ് കുറച്ചൊന്നും ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചാൽ പുള്ളി അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ ഒന്നും ആവശ്യമില്ലാത്തതിലൊന്നും തലയെടുത്തൊന്നുമില്ല. നമ്മളുടെ അടുത്ത് അരുൺ അത് ഓക്കെ ആണോ നോക്ക്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വെച്ചോ, ഇല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ രീതി. അത് പുള്ളി മാത്രമല്ല, ഇന്ദ്രൻ ചേട്ടൻ പിന്നെ അങ്ങനത്തെ സജഷൻസ് ഒന്നുമില്ല. പുള്ളി അങ്ങനെ മഞ്ജേച്ചി ചിലപ്പോ എന്നെ നന്നായിട്ട് കളിയാക്കും, എന്തോന്നാളാന്ന് ചിലപ്പോ മുഖത്തിട്ടൊരു കുത്തു തരും. റോണിബായി ഞാനും ഭയങ്കര സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞങ്ങള് എങ്ങനെയാ ഹുക്ക് ചെയ്തത് ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക്? എങ്ങനെയാ? അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സിനൊപ്പം നമ്മുടെ സിനിമകളുടെ എണ്ണം കൂടുതല. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ അരുണിനെ പോലെ തന്നെ ഇപ്പൊ ഖാലിദ് റഹ്മാന്റെ ഒപ്പം മുണ്ടെന്നുള്ള സിനിമ, ഗണേശ് രാജിന്റെ ആനന്ദം, മാത്തുക്കുട്ടിയുടെ ഹെലൻ, ഇപ്പൊ റോബി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ണൂർ സ്കോഡ് ചെയ്തു. അപ്പൊ ഞാൻ കൂടുതൽ പുതിയ ആൾക്കാരൊപ്പം വന്ന ഒരാളാണ്. എനിക്ക് പേര് കിട്ടിയ സിനിമകൾ മുഴുവൻ പുതിയ ആൾക്കാരൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തു, ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, രാഹുൽ ഇന്ദ്രനിൽ നവാഗതരാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ അരുൺ ബേസിക്കലി നമ്മൾ എഴുതിയത് വായിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിഷ്വൽ സെൻസിനേക്കാൾ എലിവേറ്റഡ് ആണ് അരുൺ എടുത്തു വയ്ക്കുന്നത്. അപ്പൊ അരുൺ ഷോർട്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ കാര്യമില്ല, അത് പുള്ളിക്ക് എന്താണ് വേണ്ട അതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുക. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ പുള്ളി ഇത് സോങ്ങിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഡയലോഗ് ഇട്ട് നമ്മളിപ്പോ സീനായിരിക്കില്ല, അതൊരു സോങ് കട്ടായിരിക്കും. അപ്പൊ പൂർണ്ണമായിട്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഡയറക്ടറിന് നമുക്ക് എപ്പോഴും. കാരണം അവരുടെ മനസ്സിലാണല്ലോ സിനിമ പൂർണ്ണമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സഹകരിക്കാൻ ഞാൻ ആവുന്നതും നോക്കാറുണ്ട്. പിന്നെ ഭയങ്കര ചാർജാ. കാര്യം ഇവര് നമ്മൾ ഷോർട്ട് ഡിവിഷൻ ഒന്നും അങ്ങനെ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്യണേ. നമുക്കൊരു ഐഡിയ ഉണ്ട് ലൊക്കേഷൻ. അപ്പൊ ഇവര് എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും റോണിബായൊക്കെ നല്ല വെയിലൊക്കെ ഉള്ള ഒന്നുകൂടി എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു എന്തെങ്കിലും കൂടുതൽ. പക്ഷെ വേറെ ചിലപ്പോൾ എന്തിനാ ഇത്ര എടുക്കണം, എനിക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോയാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളപ്പോ എന്നുവെച്ചാൽ വെറുതെ ഷോട്ട് അവർക്ക് ഇപ്പൊ വെറുതെ അങ്ങനെ കുറെ ഷോട്ട് എടുത്തോണ്ടിരിക്കല്ല, ആവശ്യമുള്ള ഷോട്ട് നമ്മൾ എടുക്കണല്ലോ. പക്ഷെ ഇത് അങ്ങനെ നമ്മളടുത്ത് പറയുമ്പോ നമുക്ക് ഭയങ്കര ചാർജാ. കൊള്ളാം, അവര് നമ്മുടെ വൈബാണ്. പിന്നെ എനിക്കാണെങ്കിൽ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഭയങ്കര കുറിച്ച് ഇപ്പൊ നമ്മള് പുറമെ വരുന്ന പല വാർത്തകളല്ലാതെ ശരിക്കും പറഞ്ഞ ഭയങ്കരമായിട്ട് നമ്മളിപ്പോ സാധാരണ ഒരു ഓഫീസ് ജോബിന് പോകണമെന്നുണ്ടെങ്കിൽ പോലും ആ ജോലിയേക്കാൾ
വളരെ ബുദ്ധിമുട്ടേറിയ ജോലിയാണ് സിനിമയുടെ. നമ്മളൊരു കുറഞ്ഞ പക്ഷം എല്ലാ ദിവസവും ഒരു 6 മണി കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 5 മണിക്കെല്ലാം കുറഞ്ഞ പക്ഷം എണീറ്റാൽ മാത്രമേ നമ്മൾ 6-6:15 വണ്ടി കയറാൻ പറ്റുള്ളൂ. ഈ 6 മണിക്ക് കയറി നമ്മൾ 9 മണി ഒരു ഒറ്റ കോൾ ഷീറ്റ്. പിന്നെ ചിലർക്ക് നമുക്ക് ചില ദിവസങ്ങളിൽ 7 മണിക്ക് തീരുമാനിക്കും. പക്ഷെ ഡയറക്ടറും അല്ലെങ്കിൽ DOP അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി അനുബന്ധ ടെക്നീഷ്യൻസ് എല്ലാ പേരും ഇവർ തിരിച്ച് റൂമിലെത്തി ഇവർ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു 10-10:15. ഇതാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഞാൻ പറഞ്ഞു സിനിമയുടെ ഷൂട്ടിംഗ് ഇത്ര ആയിരിക്കും. പക്ഷെ സാധാരണ നമ്മളിപ്പോ ഒരു ബംഗാളിയെ പുല്ല് പറിക്കാൻ വിളിച്ചാൽ പോലും 8 മണിക്കൂറോളം ജോലി ചെയ്യണം. പക്ഷെ അവന്റെ ശമ്പളവും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഭയങ്കര മാറ്റമാണ്. പക്ഷെ ഇവരെടുക്കുന്ന പണിയുണ്ടല്ലോ, നമ്മളിപ്പോ 2 മാസം ഷൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഏകദേശം 4-4.5 മാസത്തെ ഒരു ദിവസം മനുഷ്യൻ ജോലി ചെയ്തിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്നീഷ്യൻ നമ്മൾ എന്താ പറയാ വളരെയധികം കോണാടായിട്ടുള്ള നമ്മളെപ്പോഴും ഒരു 12 മണിയൊക്കെ മിക്ക ദിവസവും കിടക്കണത്. അങ്ങനെ ഇതായിട്ട് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വന്ന് ഡിസ്കസ് ചെയ്യും. പിറ്റേ ദിവസത്തേക്ക് ഷൂട്ട് ചെയ്യാൻ വെറുതെ ഒന്ന് പറയും, ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയും. DOP സിനോജേട്ടനാണ്, നമുക്കൊരു ബ്രദർ ഇതുള്ളൊരു ആളാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഡിസ്കഷൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉറക്കം വരില്ല. പിറ്റേ ദിവസം എടുക്കാൻ ചിലപ്പോൾ ഭയങ്കര രസമുള്ള ഷൂട്ടാണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ 6 മണിക്ക് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് എണീക്കണം. പിന്നെ അറിയില്ല സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു മൂഡാണ്. എനിക്ക് അരുണായിട്ട് മാത്രമല്ല കേട്ടോ, സിനോജ് അയ്യപ്പനായിട്ട് ഞാൻ ഏകദേശം എനിക്കാണ് സിനോജിന്റെ ഇപ്പോൾ 3-4 സിനിമ ഞാൻ സ്റ്റൈൽ ഇതിഹാസ എന്നുള്ള സിനിമയുടെ നല്ല DOP പഴഞ്ചപ്രണയത്തിന്റെ DOP അതുപോലെ തന്നെ നമ്മുടെ ഇതും പുള്ളിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ്. സാരംഗി മാമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം 2 ഫ്രണ്ട്സിനെ കൂടെ കിട്ടിയല്ലേ, മെറിസ ആൻഡ് ചാന്ദിനി. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ 3 പേര് എപ്പോഴും എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് കാര്യങ്ങൾ, സെറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് ഇതേപോലെ കമ്പനി അടിച്ച് ഞങ്ങളൊരു ടൂർ പോയ എനിക്ക് തോന്നി, ഞാൻ റീസെന്റ് ആയിട്ട് ഒരു റീല് കണ്ടായിരുന്നു, ഇവര് 3 പേരും ഒപ്പം നടക്കുന്നു. ഇവര് അല്ല അത് ഭയങ്കര നല്ല രസമായിരുന്നു. അതെ, ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ എല്ലാം ഷെയർ ചെയ്യും, അങ്ങനത്തെ അവിടെ കുറെ കഥകളൊക്കെ. അതുപോലെ മൂസി എന്ന് പറയുന്നത് ബിലാൽ മൂസി എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. ബിലാൽ മൂസി നമ്മുടെ അനുരാഗത്തിലുണ്ട്, ക്യൂനിലുണ്ട്. മൂസി വന്നാൽ ഭയങ്കര ഫണ്ണാ. നമ്മളിങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴേക്കും തോന്നിയിട്ടൊരു ചളി കോമഡി പറഞ്ഞു, പൊന്നും മൂസി ചേട്ടനിപ്പോ ഒന്നും ചിരിച്ചില്ല, അത് മതി. ഇപ്പൊ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്ന് പറഞ്ഞതെങ്കിലും? മൂസിയുടെ കോമഡി ഓർത്തിരിക്കാൻ പറ്റില്ല, കാര്യം ഒന്നും കോമഡി അല്ലായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കോമഡി പറയുന്നത് ആള് മൂസി എപ്പോഴും അങ്ങനെയാണ്. മൂസി ഭയങ്കര ദിലീപേട്ടന്റെ ഫാനാന്ന് പറയാം എൻ്റെ അടുത്ത്. അപ്പൊ മൂസി ഭയങ്കര രസമാണ് കൂടെ ഉണ്ടെങ്കിൽ. പുള്ളി ഡാൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഫുൾ സെറ്റ് ഫുൾ ഡാൻസേഴ്സ് ആണ്, റോണി ചേട്ടൻ അടക്കം. അല്ല സീരിയസ്ലി നല്ല ഈ റീല് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ട്. അതെ, നമുക്ക് നേരത്തെ സോങ്ങിനും കളിച്ചിട്ടില്ലേ? അതൊക്കെ ഡാൻസ് ആണോ? ശരിയാ, ആക്ച്വലി കുറെ പേര് ഡാൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മൂവിയില്. അതെ, ഫുൾ സെറ്റ് ഭയങ്കര ആർട്ടിസ്റ്റിക്. പിന്നെ ഫുൾ സെറ്റും ഡാൻസ് കളിച്ചിട്ടുണ്ട് നമ്മള്. പാക്കപ്പ് അല്ല, 3 സോങ് സീക്വൻസിന്റെ ലാസ്റ്റ് എന്റെയൊക്കെ ഗംഭീർ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? പടത്തിന്റെ റിസൾട്ട് നോക്കിയിട്ട് വിടാൻ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു സെറ്റ് ലാസ്റ്റ് ഡേ? എങ്ങനെയായിരുന്നു ഡാൻസ് കാര്യങ്ങൾ? അതെ അതെ, ലാസ്റ്റ് ഞങ്ങൾക്ക് കുറെ പാക്കപ്പ് ഉണ്ടായിരുന്നു. ഓരോ സ്കെഡ്യൂള് ഞങ്ങൾ പാക്കപ്പ് ആന്ന് വെച്ചാൽ കുട്ടി തെളിഞ്ഞു പോയി. നല്ല ഇത് ഒരു ശരിക്കും ഒരു ഷൂട്ട് തുടങ്ങി ഒരു 190 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഷൂട്ട് കഴിയണത്. ലാസ്റ്റ് പാക്കപ്പ് അതിന് കുറെ ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടാവും. ഡേയ്സ് ആണ് മാക്സിമം ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് പല ഷെഡ്യൂൾ ആയിട്ടുള്ള. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ നിങ്ങൾക്ക് UK കുറിച്ച് പറയാനുള്ളത്? ഇപ്പം ഡാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം ഏത് സ്റ്റൈലാണ് മോസ്റ്റ്ലി ചെയ്യാറ് ഡാൻസില്? ഞാൻ ക്ലാസിക്കലിലും വെസ്റ്റേണിലും രണ്ടിലും ട്രെയിൻഡ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെ ഫ്യൂഷൻ ആണ്, കോമ്പിനേഷൻ. അപ്പൊ അതിന്റെ പേര് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ എന്നാണ്. അപ്പൊ അതാണ് എന്റെ ഫോർട്ടെ. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പടങ്ങളില് മിനിമം ഒരു 5 കഥാപാത്രങ്ങൾ ഞാൻ പുതുമുഖങ്ങളാക്കുമെന്ന്. അത് മാം കരഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നില് അല്ലാതെ എന്റെ ഫസ്റ്റ് മൂവിയിലും കൂടുതലും പുതുമുഖങ്ങളായിരുന്നു. ഞാൻ പുതുമുഖങ്ങൾ വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് നമ്മളൊരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു മൂവിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ദൂരം മെസ്സേജസ് വരുമെന്ന് അറിയും. അത് ഞാൻ പറ്റണ അത്ര റിപ്ലൈ ചെയ്യും, വോയിസ് നോട്ടായിട്ട് റിപ്ലൈ ചെയ്യും. കുറേ നമ്മൾ കാണാതെ പോകും. അപ്പോൾ ഓരോ ആൾക്കാരും മെസ്സേജ് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സിനിമയിൽ നമുക്ക് 1000 പേരെ പിടിച്ചിട്ട് പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കാൻ പറ്റില്ല. ആകെ ഒരു ഈ പോസ്റ്റർ കണ്ട് 5 പേര് ഉണ്ട്. അത്ര കൊടുക്കാൻ പറ്റില്ല, ക്യാരക്ടേഴ്സ് എല്ലാം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും അതേപോലെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട്.
അപ്പോൾ അത്രയും ആഗ്രഹമുണ്ട്. പല ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ കുറച്ച് ഓഡീഷൻസിന് റോട്ടിൽ പിള്ളേർ നിൽക്കണ നമുക്കത് കാണുമ്പോൾ ശരിയാണ്. എന്ന് വെച്ചാൽ റോട്ടിൽ പണിയെടുക്കുന്ന കർഷകരുണ്ട്, എല്ലാവരും പണിയെടുക്കണം. പക്ഷെ ഇവര് വന്നത് ഇതിന് എന്ത് റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന്. മറ്റേ നമ്മൾ പണിയെടുക്കുമ്പോൾ അതൊരു ഇതാണ്, നമ്മുടെ ജോലിയാണ്. ഇതൊരു ഒരാള് ഇത്രയും ആൾക്കാരിൽ നിന്ന് പെർഫോം ചെയ്ത് അതിൽ ഒന്നാമതെത്തി അത് ഷൂട്ട് ചെയ്ത് ഓക്കെ സിനിമ വലിയൊരു പ്രോസസ്സാണത്, അത് അറിയാലോ. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ. ഞാൻ ഈ റീസെന്റ് ആയിട്ട് ആ ടൈറ്റിൽ അനൗൺസ്മെന്റില് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മീൻസ് ഡയറക്ടർ പ്ലസ് ആക്ടിങ്. വേറെ ആരും അല്ല ഈ പറഞ്ഞ സകലകല വല്ലഭന റിട്ടൺ ഡയറക്റ്റഡ് എഡിറ്റഡ് ക്യാമിയോ റോളും. അതെ എല്ലാം ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചില്ലേ, ഇതായിരുന്നു ഏറ്റവും പാട് ഡീൽ ചെയ്യാൻ, ഡയറക്ടറിന്റെ പൊങ്ങലടി. അയ്യോ എന്താ പറഞ്ഞാൽ ചില ഷോർട്സ് ഒക്കെ നല്ലതായിട്ട് വന്ന ഉടനെ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് അവിടെ സ്കോർ ചെയ്യാൻ നോക്കും. അങ്ങനെയായിരുന്നോ? സത്യം പറഞ്ഞു അങ്ങനെയല്ല. അടുത്ത പടത്തിൽ അല്ല പിന്നെ ബേസിക്കലി ഒരു ഈ സാരംഗി പറഞ്ഞതിന്റെ വേറെ അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ പുള്ളി പൊങ്ങണമല്ലോ, പുള്ളിക്ക് ആ ത്രില്ല് സ്വന്തമായിട്ട് പോകും. അതെ എന്നെ പൊക്കാൻ ഞാൻ മതി. എന്താ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ പുതുമുഖങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മൂവിയിൽ കുറച്ച് പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാം പുതുമുഖങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഇവർക്ക് ഒരു ഭയങ്കര ആഗ്രഹത്തിലാണ് വന്നത്. എന്തും ചെയ്യാൻ റെഡി ആയിട്ടോ. ഓക്കെ അവിടെ ചാടണം ഇവിടെ ചാടണം വെയിലത്ത് നിൽക്കണം, ഒരു കുഴപ്പമില്ല. അപ്പൊ അത് ഒരു കണക്കിന് നല്ലതാണ് നമുക്ക്. പിന്നെ ആരായാലും പുതുമുഖമായാലും പഴയ മുഖമായാലും നന്നായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത് വലിയൊരു ഘടകമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ഓഡിഷൻസ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഗുണ്ടജയനിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. കാര്യം പറയുമ്പോൾ എല്ലാം ആർട്ടിസ്റ്റ് പടമാണ്. പക്ഷെ അതല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ വീണ്ടും എനിക്ക് വേണത് അതിലെ നായിക കുട്ടിയുടെ രാധാകോമതി എന്ന് പറഞ്ഞ അമ്മയ്ക്കാറുള്ളത്. രാജേച്ചി കുറെ പടം ചെയ്ത്, ശൈല ചേച്ചി ചെയ്ത്, എല്ലാ നായിക വൃന്ദ, എനിക്കാണ് മിഥുൻ മാനുവലിന്റെ പടത്തിലെ നായിക, പിന്നെ സെനായുടെ പടത്തില്, അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് മൂവി അതാണ്. ഒന്നും വേണ്ട, സാഗർ സൂര്യയുടെ ഫസ്റ്റ് പടമായിരുന്നു ഗുണ്ടജയൻ. സാഗർ ഓഡിഷൻ വഴി വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പോട്ടിലായിരുന്നു ഡയലോഗ് പറയണം. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബാക്കി ആൾക്കാർ. നമ്മൾ ഭയങ്കര ഇതായിട്ട് നിന്നു. അവൻ ഇപ്പൊ എവിടെ എത്തിയെന്ന് പറയും. പണിയൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയും നന്നായിട്ട് ചെയ്തു. അത് സാഗറിന്റെ ഫസ്റ്റ് പടമായിരുന്നു. അപ്പൊ നമ്മളൊരു പുതുമുഖത്തിനെ എടുത്തിട്ട് അവരെവിടെയെങ്കിലും എത്തിക്കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് സാരികയുടെ. അപ്പൊ ഇതിലും അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സാരികയൊക്കെയാലും നന്നായിട്ട്, വെറുതെ പറയണല്ല, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡാൻസ് മാത്രമല്ല, കിട്ടിയ അത്രയും ഭയങ്കര ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയല്ല ഇത്. എല്ലാവർക്കും കുറച്ച് ഈക്വൽ അങ്ങനെയൊക്കെ പോണ സാധനം. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നാളൊരു സായി പല്ലവിയായിട്ട് മാറട്ടെ. എന്റെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത അരുൺ പറഞ്ഞോല്ലേ, ഈ നമുക്ക് ആദ്യമായിട്ട് ബ്രേക്ക് വരുന്നവരെ ചിലർ മറക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കുറെ പേര് മറക്കാറുണ്ട്. നമ്മള് പല ആൾക്കാരും നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാനൊക്കെ ജീവിതത്തിൽ ഒരിക്കലും, എനിക്ക് ചോക്ലേറ്റ് എന്നുള്ള സിനിമയിലാണ് രാജുവിന്റെ ഫ്രണ്ടായിട്ട് ചെറിയ ക്യാരക്ടർ ഷാഫി സാർ വന്നത്. അപ്പം എനിക്കത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് കഥാപാത്രത്തിന് പേരൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ആ തുടക്കം എന്നുള്ള സാധനം, ഞാൻ ഷാഫിക്കയുടെ എന്താ പറയുക ഇപ്പൊ ഉണ്ടായ അവസാനത്തെ ഇൻസിഡന്റിന് മുമ്പ് വരെ നമ്മളെപ്പോഴും റെഗുലറായിട്ട് ഒന്ന് വിളിക്കുകയും അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ആവശ്യമായി വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ആ ഒരു സ്നേഹം നമുക്ക് ഒരിക്കലും, കാരണം നമുക്ക് ആദ്യം ഒരു വാതിൽ തുറന്നിരുന്ന ഒരു വ്യക്തി നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഇപ്പൊ അതല്ല, ഇനി എന്തായാലും ഒരു 5 പേരെ മിനിമം പുതുമുഖങ്ങളെ വെക്കണം. വന്ന വഴി മറക്കരുത് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. ഞാനത് സാഗറൊക്കെ ഇപ്പൊ സാഗർ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള പുള്ളി നമ്മളെ ഗുണ്ടജയന്റെ പേരെടുത്ത് സംസാരിച്ചു. എപ്പോഴും എന്തെങ്കിലും നല്ല ക്യാരക്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്യും, ചേട്ടാ ഇന്ന പോലത്തെ ഒരു പരിപാടി വന്നിട്ടുണ്ട് ചേട്ടാ. ഇപ്പോഴും അത് പിടിക്കുന്നുണ്ട്, നല്ല നന്മകൾ. അതുകൊണ്ടാണ് അവൻ പണി, ഞാൻ പണി കണ്ടിട്ട് എനിക്ക് തിയേറ്ററിലൊന്നും അത് കാണാൻ പറ്റില്ല. പിന്നെ കണ്ടിട്ട് ഞാൻ പിന്നെ കണ്ട് ഞാൻ വിളിച്ചിട്ട് ഭയങ്കര കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര സന്തോഷമാണ്. ഇനി ഇപ്പം നെക്സ്റ്റ് ഇനി നമ്മളിപ്പോ ആക്ടിങ് അല്ലാതെ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഇനി എന്തെങ്കിലും നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട. നമ്മൾ UK ഒക്കെ എന്നുള്ള സിനിമ മെയ് 21 നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മള് കുടുംബ പശ്ചാത്തലത്തിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ യൂത്തിനും കൂടി നമ്മളിപ്പോഴുള്ള പ്രസന്റ് യൂത്തുള്ള അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള ജനറേഷനിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥയുമായിട്ട് കേരളത്തിലെ ഒരു 90% ഫാമിലിയില് ആ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ അറിവിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഇഷ്യൂ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാ സിനിമകളും എല്ലാവരും കാണാൻ പറയും. ഞാനിപ്പോ എല്ലാ പടവും എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പടം ഹിറ്റാണ്. ഹിറ്റിനപ്പുറത്തോട്ട്
ഹിറ്റ് ആവണം. ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ആയാലും ഞങ്ങളൊക്കെ വർക്കുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തണം, പ്രസക്തിയുണ്ട്. സാമൂഹ്യ പ്രസക്തിയുള്ള ആ കാര്യം ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അത് തിയേറ്ററിൽ ആള് വന്ന് പടം കണ്ടാൽ പടം തീർന്നു കഴിയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ്, ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണം എന്നുള്ളൊരു ഒരു തോന്നല് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് രണ്ടുപേരും ഒരാളെങ്കിലും അത് വന്നാൽ തന്നെ വലിയൊരു സക്സസ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, ഇപ്പം UK ഒക്കെ ആയതുകൊണ്ട് ഇപ്പം അബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചിട്ടാണോ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഞാൻ ചോദിക്കാം. ആവാതിരിക്കാം, അത് പറയാൻ പറ്റത്തില്ല. അല്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതാണല്ലോ സിനിമ. ഒരു പടം മാർക്കറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും മാർക്കറ്റിങ്ങിന് വിടണം. അതല്ലാണ്ട് ഒന്നും അല്ലാത്തൊരു സിനിമയെ നമുക്ക് പിടിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണ് അതൊരു ആരൻ പറഞ്ഞ ടെക്നിക്കാണ്. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് നമ്മൾ പടം ഇറങ്ങുന്നതിന്റെ 4-5 ദിവസം നമുക്ക് പല ഇന്റർവ്യൂലും ഞാൻ പറയാമെന്ന് വെച്ചാല് ചിത്തപ്പേര് കേൾപ്പിക്കാത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരിക്കും. ഇതാണ് ആ കൂടി ഞാൻ പറഞ്ഞത്. അത് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ച് ഇതിന്റെ നിർബന്ധമായിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ സബ്ജക്ട് അല്ലെങ്കിൽ വേറെ അനുബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയരുത്. സസ്പെൻസ് മാത്രമല്ല, അത് അവര് പ്രേക്ഷകൻ കണ്ട് തീരുമാനിക്കട്ടെ. നമ്മളത് വെറുതെ നമ്മളത് അതിൽ ഏറ്റവും വലിയ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലാതെ തന്നെ കാലഘട്ടത്തില് നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് പേപ്പറിലൊരു മനോരമയില് അല്ലെങ്കിൽ ഒരു ചിത്രഭൂമിയില് വെള്ളിനക്ഷത്രത്തില് ഒരു നരൻ പൊള്ളാച്ചിയിൽ ഷൂട്ട് നടക്കുന്നു, ജോഷി സാറിന്റെ നരൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മൾ ലാലേട്ടന്റെ ഫോട്ടോ കണ്ട് നമ്മൾ അത്രേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ ആ സമയത്ത് ട്രെയിലർ പോലും ഇല്ല. പടത്തിന് ട്രെയിലർ ഇറങ്ങാത്ത സമയം നമ്മൾ തിയേറ്ററിൽ രാവിലെ 8 മണി അല്ല ഒരു 10 മണിക്ക് വന്ന് 10 രൂപയുടെ ടിക്കറ്റ് ഞാനൊക്കെ വേർത്ത് കുളിച്ചിട്ടാണ്. ഷേണായ്സിലൊക്കെ എന്ന് വെച്ചാൽ ലാസ്റ്റ് പോകുമ്പോൾ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, അത്ര സ്പേസ് ഉള്ളു. അതിന്റെ ഇടയിൽ തലയിൽ കൂടി 3-4 പേര് നടന്നുകൊണ്ടാണ്, അറിയാലോ. അങ്ങനെ ഞാൻ അങ്ങനെ പടം കണ്ടിട്ടുണ്ട് കവിതയിലൊക്കെ. ഇത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരുമ്പോ ആ ടൈറ്റിൽ മുതൽ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, എന്താണ് ഈ സിനിമ. അത് കഴിഞ്ഞിട്ട് പടം തീർന്നിട്ട് ഒരു കിക്ക് ഉണ്ട് നമുക്ക് പിന്നെ അതിന്റെ ക്ലിപ്പിംഗ് കാണാനുള്ള അവസ്ഥയില്ല. ചിത്രഗീതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ കുറച്ച് വീഡിയോസ് തന്നെ. ആ സമയത്തിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. നമ്മൾ പടത്തിനെ ഇറങ്ങി മുള്ളംകൊല്ലി എന്നുള്ള സ്ഥലം കാണിക്കുമ്പോൾ നമുക്കൊരു കിക്ക് ഉണ്ടല്ലോ. പക്ഷെ മുള്ളംകൊല്ലി ഇത് വേലായുധൻ, ഇയാൾ ആരാണ്, എന്താണ്, പോലീസ് സ്റ്റേഷനിലെ കൊണ്ടിരുത്തുന്നു, ഇയാൾക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ. ഇപ്പൊ നമ്മളൊരു സിനിമ മാർക്കറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും പ്രേക്ഷകൻ ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. നമ്മൾ അതിന്റെ കുറെ കണ്ടന്റുകൾ വരും, അല്ലാതെ രക്ഷയില്ല. നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. അതിന്റെ ഇടയിലാണ് ഇപ്പൊ തരുണൊക്കെ ആയാലും കുഞ്ഞു സിനിമ, അല്ലെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജ് ആയാലും ലൂസിഫർ കുഞ്ഞു സിനിമ, അറിയാം അത് വലിയ സിനിമയാണ്, എന്തോ സംഭവിക്കാൻ പോകണം. എന്നാൽ ഇവരിങ്ങനെ പറയുമ്പോൾ കുറെ നേരം കേട്ടുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അങ്ങനത്തെ സിനിമ വരട്ടെ എന്നുള്ള സാധനമാണ്. നമുക്കിപ്പോ വലുതും ചെറുതൊന്നും പറയാനില്ല. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ ടൈറ്റിലിന്റെ അകത്ത് ഒരു പരിപാടി നമ്മൾ പറയുന്നത് നീറ്റായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ധൈര്യപൂർവ്വം പറയാൻ പറ്റിയൊരു കാര്യമാണ്. ഫാമിലി മാത്രമല്ല, നമ്മൾ മേക്കിംഗ് എന്ന് പറയുന്നത് മേക്കിംഗ്, നമ്മളൊരു വിഷ്വലി നമ്മൾ കാണുമ്പോൾ നമ്മളത് പ്ലസന്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വിഷ്വലി റിച്ച് ആയിട്ടും തോന്നുന്ന രീതിയിലുള്ള കഥയും കൂടി ബ്ലെൻഡ് ആവുമ്പോഴുള്ള ഒരു നല്ല എല്ലാം. നമ്മൾ പണ്ടത്തെ പോലെ ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് പറയുക എന്ന് പറഞ്ഞിട്ട് മേക്കിങ്ങിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മ്യൂസിക് ആയിക്കോട്ടെ. ഇപ്പൊ ഇവര് സാരികയൊക്കെ യൂത്തിൽ പെട്ടാണല്ലോ. അപ്പൊ സാരിക എൻ്റെ അടുത്ത് കഥ അത്ര അറിയില്ല, ക്യാരക്ടറിനെ പറഞ്ഞിട്ടുള്ളൂ, അഭിനയിക്കാൻ വന്നപ്പോഴാണ്. അപ്പൊ കുറെ കഴിഞ്ഞ ഒരു പ്രൊമോഷനും ഇന്റർവ്യൂലൊക്കെ സാരിക്ക് പറയണ്ടായത് ശരിയാണെന്ന്. ഇപ്പോഴാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിയാണല്ലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു തോന്നല് അയാൾ അഭിനയിച്ചുകൊണ്ടല്ല, അയാൾക്കുള്ളിൽ പടം കണ്ടപ്പോ അയാൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര അല്ലേ, അങ്ങനെ തോന്നിയില്ലേ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞല്ലേ പറ്റും. എനിവേ പടം മെയ് 23-നാണ്. ഗംഭീര വിജയമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.